പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തന്നെ തിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിൽ ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ, ആയുസ്സോടെ, ബലത്തോടെ, ദൈവകൃപയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് തന്ന എല്ലാ ഭാഗ്യങ്ങൾക്കും കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, നന്ദി കരയേറ്റിക്കൊണ്ട് ഇന്നത്തെ പ്രഭാതം ദൈവവചന ധ്യാനത്തോടെ നമുക്ക് ആരംഭിക്കുന്നതിനായി ഒരു ദൈവവചനം വായിച്ചു കേൾപ്പിക്കുന്നു. കൊലോസി ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. എൻ്റെ അടുത്ത വാക്യം പറയുന്നത്, അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും നിരായുധരാക്കി ആയുധം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യകാഴ്ചയാക്കി. ഈ വചനം ഒത്തിരി നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനപ്പുറം ഇതിനകത്ത് സുവിശേഷത്തിൻ്റെ ആകെ അന്തസത്ത അടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, സ്വർഗോന്നത മഹിമകളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന യേശു കർത്താവ് എന്തിനു വന്നു എന്നും എന്തിന് മനുഷ്യർക്ക് വേണ്ടി എന്തു ചെയ്തു എന്നും നാം എന്താ ചെയ്യേണ്ടിയെന്നും ഒറ്റയൊരു വാചകത്തിൽ പറയാൻ പറഞ്ഞാൽ, വേദപുസ്തക ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വാക്യമാണ്. ഒട്ടും ഭംഗി കളയാതെ അതേ വേദപുസ്തക ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്ന 2 വാക്യങ്ങളാണ് കൊലോസി ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. അതുകൊണ്ട് നാം എന്തു ചെയ്യണമെന്നും എന്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നതും അതിനകത്ത് ഉറപ്പിക്കുന്നു. ഇതിന്റെ 14-ാമത്തെ വാക്യമാണ് ആ ഒരു പർട്ടിക്കുലർ പോർഷനിൽ നിന്ന് നമ്മൾ അടർത്തിയെടുത്ത് ഈ പ്രഭാതത്തിൽ അല്പമായി ചിന്തിക്കുകയും നമ്മൾ വചനത്തിൽ ഉറയ്ക്കുകയും വചനത്തിൽ ശക്തിപ്പെടുകയും ചെയ്യുന്നത്. ആ വചനം ഇങ്ങനെ പറയുന്നു: അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിന്മേൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇത് വായിക്കുമ്പോൾ തന്നെ അറിയാം, ഒരു കോർട്ട് ഭാഷയാണ്, കോടതി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ചട്ടങ്ങൾ നമുക്ക് പ്രതികൂലമായിരുന്നു, അവ മായ്ച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് കോടതി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അതേ കോടതി ഭാഷയിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ ആ വാക്കുകളിൽ പറയുന്നു, അതിന്റെ താഴെ എഴുതിക്കുന്നു, നിരായുധീകരിച്ചു, ആയുധം പിശാചിനെയും അവന്റെ സൈന്യത്തെയും ആയുധം വെപ്പിച്ച് അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി എന്നൊരു വാക്ക് കൂടെ അവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഈ വാക്ക് പറയുമ്പോൾ അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധം പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തു മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഒന്നുകൂടെ, നമുക്ക് അർഹതയില്ലാതെ യോഗ്യതയില്ലാതിരുന്നിടത്ത് നമ്മളെ യോഗ്യരാക്കി തീർത്ത് ക്രൂശിനോടടുപ്പിച്ച് നല്ല നാഥനാകുന്ന കർത്താവിനോട് ചേർത്ത് വെച്ച് നമുക്ക് വിരോധമായി ശിക്ഷിക്കണമെന്ന്, നരകത്തിലേക്ക് തള്ളിക്കളയണമെന്ന്, ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ലെന്ന് ചട്ടങ്ങളാൽ വിരോധമായിരുന്ന കയ്യെഴുത്ത് പ്രതി, ഒന്നുകൂടെ പറഞ്ഞാൽ ന്യായപ്രമാണം നമുക്കെതിരെ വാദിച്ചുകൊണ്ടിരുന്നപ്പം നമുക്കെതിരായിരുന്ന ന്യായപ്രമാണത്തെ നമുക്ക് അനുകൂലമാക്കി തീർത്ത ഒരു ദൈവ സ്നേഹവും ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞു തന്ന രക്തത്തിന്റെ വിലയുമാണ് ഈ ഒരു വാക്യത്തിന്റെ അന്തസത്ത. ആകത്തുക എന്ന് പറയുന്നതിന്റെ മൂല്യം ഇതാണ്. ഒന്നുകൂടെ അതിന്റെ ആദ്യത്തെ വാക്യം, അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ചു. അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്, അതിക്രമം, ക്രമമല്ലാത്തത് ചെയ്തത്, പാപത്തിന്റെ അല്ലെങ്കിൽ ക്രമമല്ലാത്ത. ഞാന് ഈ കഴിഞ്ഞ ദിവസം കർത്താവിന്റെ അഭിഷേകത്തിൽ ഇങ്ങനെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. ഈ റോമൻ കൊളോണിയത്തില് അവരുടെ ആ സദസ്സിനകത്ത് ഈ അമ്പ് വെച്ച് തറയ്ക്കുമ്പം അമ്പ് കൊള്ളാൻ വേണ്ടി ലക്ഷ്യസ്ഥാനത്തേക്ക് ഒരു പോയിന്റ് വെച്ചിട്ട് അതിലേക്ക് കൊള്ളാൻ വേണ്ടി ഒരു മത്സരം നടത്തും. അപ്പോൾ ആ മത്സരത്തിൽ അമ്പ് കൊള്ളാതിരിക്കുന്ന ആ കറക്റ്റ് ലക്ഷ്യത്തിലല്ല കൊള്ളുന്നെങ്കിൽ അവർ പറഞ്ഞൊരു പദമാണ് ഹമാർട്ടിയ എന്ന് പറയുന്നത്. ഈ ഹമാർട്ടിയ എന്ന് പറയുന്ന പദമാണ് ഈ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പാപം അല്ലെങ്കിൽ വഴിതെറ്റുക, വഴിമാറിപ്പോവുക എന്നൊക്കെ പറയുന്നത്. അതിലേക്ക് വഴി തിരിഞ്ഞു വരുന്ന അതാണ് ക്രമമല്ലാത്ത കാര്യം. അതിക്രമങ്ങളാലും പാപങ്ങളാലും നമുക്ക് വിരോധമായിരുന്ന ചട്ടങ്ങൾ.
ഈ ചട്ടങ്ങൾ നമ്മുടെ പ്രവർത്തിയാൽ, അതേ ജന്മഭാവത്താൽ, നമ്മുടെ കർമ്മഭാവത്താൽ നമുക്ക് വിരോധമായിരുന്ന ചട്ടം, ന്യായപ്രമാണം നമുക്കെതിരായിരുന്നപ്പോൾ അത് നമ്മളോട് ക്ഷമിച്ച ഒരു പ്രവൃത്തിയുണ്ട്, ഒരു കൃപയുണ്ട്. അതാണ് ക്രൂശ് എന്ന് പറയുന്നത്. ദൈവത്തിനും മനുഷ്യർക്കും, ദൈവത്തോട് മനുഷ്യന്റെ പ്രവൃത്തി വിരോധമായിരുന്നപ്പോൾ ദൈവത്തെയും മനുഷ്യരെയും തമ്മിലടിപ്പിക്കുവാൻ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ അതേ വേഷത്തിൽ മനുഷ്യനായി ദാസ്യ രൂപമെടുത്ത് അതേ താഴേക്ക് ഇറങ്ങി വന്ന് അനുസരണമുള്ളവനായി, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി, അതുകൊണ്ട് ആ നാമത്തെ എല്ലാ നാമത്തിലും മേലായ നാമമാക്കി മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ഉറപ്പിച്ച, നിരപ്പിച്ച ഒരു ക്രൂശ്. ആ ക്രൂശ് പറഞ്ഞു പാപം ക്ഷമിച്ചു. ആ ക്രൂശ് പറഞ്ഞു അകൃത്യം ക്ഷമിച്ചു. ആ ക്രൂശ് പറഞ്ഞു ഇനി നിന്റെ മനസാക്ഷിയോട് ചോദിച്ച ഈ ക്രൂശിനെ അംഗീകരിച്ചാൽ മതി, നിന്നെ സ്വതന്ത്രമായി. ഈ ക്രൂശ് പറഞ്ഞു നിനക്ക് വിരോധമായിരുന്ന ചട്ടങ്ങൾ, നിനക്ക് വിരോധമായിരുന്ന പ്രമാണങ്ങൾ അത് നിനക്ക് അനുകൂലമായി. ഈ ക്രൂശ് പറഞ്ഞു കയ്യെഴുത്തു മായ്ച്ചു. ഈ ക്രൂശ് പറഞ്ഞു നിന്നെ ക്രൂശിൽ തറയ്ക്കേണ്ടതിന് പകരമായിട്ട് നിനക്ക് വേണ്ടി ക്രൂശിൽ ഒരുവൻ മരണമടയപ്പെടുന്നു, പകരമായി ഒരുവൻ കുറ്റമേൽക്കുന്നു. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്, നാമോ അവനെ അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് 53-ാം അധ്യായം പറയുന്നു. അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു, എങ്കിലും നമ്മുടെ സമാധാനത്തിനായുള്ളത് അവന്റെ മേലായി. നമുക്ക് പകരമായി ഒരുവൻ ശിക്ഷ അനുഭവിച്ചു. നമുക്ക് പകരമായി ഒരുവൻ, നമുക്ക് പകരമായി യാഗമായി, നമുക്ക് പകരമായി ക്രൂശിൽ അറുക്കപ്പെട്ടു. നമുക്ക് പകരമായി അറുക്കപ്പെട്ടത് കൊണ്ട് നമുക്ക് വിരോധമായി നമ്മെ ക്രൂശിക്കാൻ, നമ്മെ ശിക്ഷിക്കാൻ എഴുതിയിരുന്ന കയ്യെഴുത്ത് പ്രതി ആ ക്രൂശിലെ രക്തത്താൽ മായ്ച്ചു കളഞ്ഞ് പിതാവിനോട് നിരപ്പിച്ച് അതുകൊണ്ട് കരുണ ലഭിക്കുവാൻ, തക്ക സമയത്ത് സഹായത്തുള്ള വരം പ്രാപിപ്പാൻ ധൈര്യത്തോടെ നമ്മളെ കൃപാസനത്തോട് ചേർത്ത് നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ അന്യരല്ല, സ്വന്തം രാജ്യക്കാരാ. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ, അന്ധകാരത്തിൽ കിടന്ന് നമ്മളെ കർത്താവിന്റെ നീതിസൂര്യന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച നമ്മളെ, അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്ന നമ്മളെ അവന്റെ രാജ്യവും പുരോഹിതരുമാക്കി തീർത്തിരിക്കുന്നു. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം അവന്റെ ജാതിയും സ്വന്തം ജനവും വിശുദ്ധ വംശവും. ആ വാക്ക് അത്ഭുതങ്ങളെ ഘോഷിക്കാൻ, സൽപ്രവൃത്തികളെ ഘോഷിപ്പാൻ സ്വന്തം ജനം. ആ പുറം പറമ്പിൽ എറിയപ്പെടുന്ന പുറം ജാതിക്കാരായി നമ്മളെ സ്വന്തം ജനമാക്കി മാറോട് ചേർത്ത് പിടിച്ച് അതേ മറ്റു പിശാചിനെ വിട്ടുകൊടുക്കാതെ സ്വർഗത്തിൽ ഇരിപ്പിടമാക്കി തന്ന ജീവന്റെ പുസ്തകത്തെ പേരെഴുതിയ അതിന്റെ പേരാ കുഞ്ഞെ ദൈവകൃപ. നമുക്ക് വിരോധമായിരുന്ന ചട്ടങ്ങളെ മായ്ച്ചു കളഞ്ഞ, വിധികളെ മായ്ച്ചു കളഞ്ഞ്, അതിക്രമങ്ങളെ നമ്മളോട് ക്ഷമിച്ച്, പാപങ്ങളെ നമ്മളോട് ക്ഷമിച്ച് ദൈവസന്നിധിയിൽ നിർത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് റോമാലേഖനം പറയുന്നത്, അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. കർത്താവിന്റെ വിളി, ആ ഭാഗ്യ പദവിക്ക് നമ്മൾ അർഹരായി. അത് നമ്മുടെ കഴിവല്ല, നമ്മുടെ പ്രവൃത്തിയല്ല, നമ്മുടെ മിടുക്കല്ല, ദൈവത്തിന്റെ കൃപയത്രയാകുന്നു. നമ്മളെ മുന്നറിഞ്ഞവരെ വിളിച്ചു. ആ ഉന്നത വിളിക്ക് നമ്മൾ ഓഹരിക്കാരായി. ആ വിളിച്ചവരെ വിശുദ്ധീകരിച്ചു, നീതീകരിച്ചു, രക്തത്താൽ നീതീകരിച്ചു, വിശുദ്ധീകരിച്ചു. അടുത്തത് നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അത് തേജസ്കരണത്തിലേക്ക് നമ്മളെ നടത്തുന്ന ഒരു ദൈവകൃപ. ആ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇനി അന്യരല്ല, കർത്താവിന്റെ ഭവനക്കാര, സ്വർഗീയ ആ പൗരത്വത്തിന്, സ്വർഗരാജ്യത്തിന് അവകാശികളാ, സ്വർഗീയ പൗരന്മാരാ. നമ്മൾ അവകാശികളാ. നിങ്ങൾ മക്കളെങ്കിൽ അവകാശികളുമാകുന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. ആ പദവി നമുക്കൊന്ന് മനസ്സിലാക്കാം. മക്കൾ എന്ന പദവി അത് നമുക്ക് ആസ്വദിക്കാം. ആ കർത്താവിനോട് ചേർന്ന് നടക്കാം. ആ ഭവനത്തിനകത്തിരിക്കാം. അതുകൊണ്ട് കാര്യം ലഭിക്കുവാൻ തക്ക സമയത്ത് സഹായത്തുള്ള വരം പ്രാപിപ്പാൻ കൃപാസനത്തോട് എല്ലാ സമയത്തും അടുത്തു വരാം. ഏത് സമയത്തും അടുത്തു വരാം. വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ജലത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ആത്മാവിൽ ബലപ്പെടുത്തുന്നു, അസാധാരണമായ ഒരു സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നു. കർത്താവിന്റെ കരം ഈ ജനത്തോട് കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അങ്ങ് ഞങ്ങൾക്ക് പകരമായി ഏറ്റെടുത്തതിനായി നന്ദി പറയുന്നു. നന്ദിയുള്ളവരായി അങ്ങയുടെ പാദപീഠത്തിൽ ആ ഭവനത്തിൽ വസിക്കുവാൻ,
അത്ഭുത പ്രകാശത്തിൽ വസിക്കുവാൻ, കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ സ്വർഗം തന്നിരിക്കുന്ന ഭാഗ്യത്തിനായി സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകല മാനവും എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടി ഇരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആൻഡ് നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചെറുകടിയിൽ നമ്മളെ പരിപാലിക്കട്ടെ. താങ്ക് യു സോ മച്ച്.